നോമ്പ് മനസ്സൊരുക്കത്തിന്റെ കാലമാണ്. യെരുശലേം മതിലിൽ 8 കോട്ടവാതിലിൽ ഒരു വാതിലായിരുന്നു ആട്ടുവാതിൽ. യെരുശലേം ദേവാലയത്തിലേക്ക് ആടുകളെയും മാടുകളെയും യാഗം കഴിക്കുവാൻ കൊണ്ടുവന്നിരുന്നത് ഈ ആട്ടുവാതിലിലൂടെ ആയിരുന്നു. ഈ വാതിലിന്റെ അരികെ ഒരു കുളമുണ്ട്. ഈ കുളത്തിന്റെ പേരാണ് ബെഥസ്ത എന്ന്. ബെഥസ്ത എന്ന വാക്കിന് ഹൗസ് ഓഫ് മെർസി എന്നാണ് അർത്ഥം. ദയയുടെ ഭവനം എന്നാണ് അർത്ഥം. യഹൂദന്മാരുടെ വിശ്വാസം അനുസരിച്ച് ഈ കുളത്തിൽ വെള്ളം ഇളകുമ്പോൾ ഈ കുളത്തിലേക്ക് ഇറങ്ങിയാൽ ശാരീരികമായ സൗഖ്യമുണ്ടാകും എന്നതാണ്. എങ്കിലും 38 വർഷമായി ശാരീരിക സൗഖ്യം ആഗ്രഹിച്ച്, ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിച്ച് ഒരു മനുഷ്യൻ ഈ കുളത്തിന്റെ കരയിൽ കാത്തുകിടന്നതായി വേദപുസ്തകം പഠിപ്പിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ 38 വർഷമായി കഷ്ടത അനുഭവിച്ച് കിടന്ന ഈ മനുഷ്യനോട് യേശു കർത്താവ് ചോദിക്കുന്നത്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്നാണ്. ജീവിതത്തിൽ നോമ്പിന്റെ അനുഭവം മനസ്സൊരുക്കത്തിന്റെ കാലമാണ് എന്ന് ഓർക്കണമേ. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, വേർ there is a will, there is a way. എവിടെയാണോ താല്പര്യമുള്ളത് അവിടെ വഴികളുണ്ട് എന്നതാണ്. ജീവിത നന്മയ്ക്ക് ഒരു മനസ്സൊരുക്കം ഉണ്ടാകേണ്ടത്, താല്പര്യപൂർണമായ ഒരു മനസ്സുണ്ടാകേണ്ടത് അനിവാര്യമാണ് എന്നോർക്കുക. യേശു കർത്താവ് ഈ പക്ഷവാത രോഗിയായ മനുഷ്യനോട് ചോദിക്കുന്നത് നിനക്ക് സുഖമാകണമോ എന്നല്ല, ഞാൻ നിന്റെ കരം പിടിച്ച് ഈ വെള്ളത്തിലേക്ക് ഇറക്കട്ടോ എന്നല്ല, മറിച്ച് നിനക്ക് വാസ്തവത്തിൽ സുഖമാകണമെന്നൊരു മനസ്സുണ്ടോ എന്നാണ്. 38 വർഷത്തെ ബന്ധനം മാറുവാൻ നിനക്ക് മനസ്സുണ്ടോ എന്നാണ്. ദീർഘനാളുകളായി നീ അനുഭവിക്കുന്ന നിന്റെ രോഗം മാറുവാൻ, സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട നിന്റെ സാമൂഹികമായ സ്ഥിതി മാറുവാൻ മനസ്സുണ്ടോ എന്നാണ് യേശു കർത്താവ് ചോദിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ ദൈവം നമ്മോട് ചോദിക്കുകയാണ്, അല്ലയോ പ്രിയപ്പെട്ടവനെ, പ്രിയപ്പെട്ടവളെ, നീ ജീവിക്കുന്ന ജീവിതാവസ്ഥയിൽ, നിന്റെ സങ്കടങ്ങളിൽ, നിന്റെ വേദനകളിൽ, നിന്റെ രോഗങ്ങളിൽ, നിന്റെ ഇല്ലായ്മയിൽ, നിന്റെ ഭാരങ്ങളിൽ നിന്നും ഒരു മാറ്റമുണ്ടാകുവാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന്. തീർച്ചയായും ഈ നോമ്പിന്റെ ദിനങ്ങൾ ദൈവസന്നിധിയിൽ വിനയപ്പെട്ട് നമ്മുടെ മനസ്സുകളെ ദൈവീകമായ നന്മയ്ക്കായിട്ട് ഒരുക്കുന്ന നാളുകളായി മാറേണ്ടത് അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കുക.